എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഫുള്ളായിട്ടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ആദ്യത്തെ പരിപാടി റെഡി ആയി കഴിഞ്ഞാൽ സ്നാപ്പ് എടുക്കലാണ്. സ്നാപ്പ് എടുക്കലൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ബസ് കയറാൻ വേണ്ടിയിട്ടാണ്. ബസ് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു സമോസ കഴിക്കണം എന്നൊരു ആഗ്രഹം. അപ്പൊ ആ സമോസ ഞാൻ കഴിച്ചു. നന്നായിട്ടുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ കഴിക്കാത്തയാണ്. അത് കഴിഞ്ഞ് ബസ് കയറി. ഈ ബസ്സിലെ ഡ്രൈവർ ഞാൻ എടുക്കുന്ന വീഡിയോ കണ്ടായിരുന്നേ. അപ്പൊ ആൾക്കൊരാഗ്രഹം ആളുടെ വീഡിയോസ് ആൾക്ക് അയച്ചു കൊടുക്കുമെന്ന്. പക്ഷെ ഞാൻ അയച്ചൊന്നും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ് ചെയ്യാൻ, എന്തായാലും ചേട്ടന്റെ കയ്യിലേക്ക് അത് കറങ്ങി തിരിഞ്ഞ് എത്തുന്നു പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് സ്റ്റേഡിയം എത്തി, ബസ് സ്റ്റാൻഡ് എത്തി, എല്ലാരും ഇറങ്ങി. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഇത്തിരി മഴ തോർന്നിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. എങ്ങനെ പോയാലും ഞങ്ങൾ ഒരു 10 മിനിറ്റോളം ബസ്സിലിരുന്നു. എന്നാലും മഴ കുറഞ്ഞില്ല. അപ്പൊ രണ്ടും കൽപ്പിച്ച് കൊടയും ചൂടി പോവുകയാണ് ക്ലാസ്സിലേക്ക്. ബാഗ് തൊട്ട് എല്ലാം അടിമുടി നനഞ്ഞിട്ടുണ്ടെങ്കിലും മഴ ആസ്വദിക്കാൻ ഒട്ടും മറന്നിട്ടില്ല. അങ്ങനെ നനഞ്ഞു പിണ്ടിയായിട്ട് ക്ലാസ്സിലെത്തി. ആദ്യം തന്നെ ചെയ്യേണ്ടത് പെയിന്റിംഗ് ആണ്. പെയിന്റിങ്ങിന്റെ ലൂപ്പെല്ലാം എടുത്തു, പെയിന്റ് എടുത്തു, ഐറ്റംസ് എല്ലാം എടുത്തു. പെയിന്റിങ് പണി അങ്ങ് തുടങ്ങി. അപ്പോൾ അത്യാവശ്യം പെയിന്റിംഗ് വർക്ക്സ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇപ്പൊ വീട്ടിലേക്ക് പോവാണ്. അതിന്റെ ഇടയ്ക്ക് എന്റെ ഫ്രണ്ട് നിത്യ എന്റെ വീഡിയോസ് കണ്ട് ചിരിക്കുന്നതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സെം എക്സാമിങ് അടുത്തു, അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ വന്നേക്കാണ്. അത് കഴിഞ്ഞു. ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാനായിട്ടുള്ള ബസ് കയറി. സ്റ്റോപ്പ് എത്തിയപ്പോഴേക്ക് ജിഷ്ണു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മഴ തോർന്ന ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ വേഗം വീട് പിടിക്കാന്ന് വിചാരിച്ചു. വീടിന്റെ ചുറ്റുമുള്ള പാടത്തിൽ ഫുള്ളും വെള്ളം കയറിയേക്കാണ്. ഈ കാണുന്ന കിളിവീടാണ് എന്റെ വീട്. അപ്പൊ വീടിന്റെ കവാടം എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്ക് സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. നല്ല മഴയും തണുപ്പും അല്ലേ, രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണ് കിടക്കാറ്. ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ടെങ്കിലും ആനേനെ കിട്ടാത്തതുകൊണ്ട് കുറച്ച് ചോറും ഇന്ന് സ്പെഷ്യലായിട്ട് സെല്ലുണ്ടാക്കിയ വഴുതനങ്ങ കറിയും കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. അത് കഴിഞ്ഞ് നമ്മളിപ്പോ നേരെ പോകുന്നത് ഒരു ചെറിയ പ്ലാനിങ്ങിലേക്കാണ്. നമ്മളൊരു ബിസിനസ് ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ പോണ പോക്ക്. അങ്ങനെ ഇപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ കോൺവെർസേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കല്ലുട്ടിയാൽ വന്നു. ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വീടെത്തി. കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ പാറും അടുത്ത് വന്ന് കിടപ്പുണ്ട്. അപ്പൊ സത്യം പറഞ്ഞ ഇത്രേ വീഡിയോ ഉള്ളൂ, ബാക്കി എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.